വി ശിവൻകുട്ടി ഇപ്പോൾ താങ്കളെ ഒരു തുറന്ന സംവാദത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതെല്ലാം ചെയ്യാമല്ലോ, സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, നോ ഇഷ്യൂ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ ഞാനത് പൂർത്തീകരിക്കുന്നവരെ ഞാനത് വിടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ വർക്കും നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമായി ഞാൻ ജയിച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിയമത്തിനെ വികസിത നിയമമാക്കി മാറ്റും എന്ന് ഞാൻ ഉറപ്പു തരുന്നു, വാഗ്ദാനം തരുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി. നേമം നിയോജക മണ്ഡലത്തിലെ മഹിളാ മോർച്ചയുടെ പരിപാടി നടക്കുന്ന വേദിയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു സ്വീകരണം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, BJP എന്ന ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ നാരി ശക്തിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആയതിനാൽ തന്നെ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് വഴി നേമം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് കേരളത്തിലെ എല്ലാ വനിതകൾക്കും അവരുടെ ഒരു സംരക്ഷണ കവചമാകാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവായി തന്നെ ഈ ഒരു പരിപാടിയെ നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. അല്പ നിമിഷത്തിന് മുന്നെയാണ് അദ്ദേഹം ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തു. അദ്ദേഹം സ്ത്രീകൾക്ക് എല്ലാ വേണ്ട വാഗ്ദാനങ്ങൾ, സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്നതിൻ്റെ ഒരു വാഗ്ദാനം അവരുടെ മുന്നിലേക്ക് കൊടുക്കുകയും സ്ത്രീകളുടെ സുരക്ഷിതത്വം തങ്ങളുടെ കയ്യിലാണ് എന്നൊരു ഉറപ്പ് കൂടി ഈ നിയമ മണ്ഡലത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആയതിനാൽ തന്നെ ഒരുപാട് സ്ത്രീകൾ, നിയമമണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വരികയും അവരുടെ പ്രതീക്ഷകൾ അദ്ദേഹത്തോടൊപ്പം പങ്കുവയ്ക്കാൻ പോലും സാധിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. വി ശിവൻകുട്ടി ഇപ്പോൾ താങ്കളെ ഒരു തുറന്ന സംവാദത്തിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതെല്ലാം ചെയ്യാമല്ലോ, സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം, നോ ഇഷ്യൂ. ബോലോ ഭാരത് മാതാ കി, ഭാരത് മാതാ കി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നീണ്ടിട്ട് സംസാരിക്കാൻ പോകുന്നില്ല, പക്ഷേ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രം മാറ്റാനും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ടാണ് സാധാരണ ജനങ്ങളും കാണുന്നതും പാർട്ടിയും കാണുന്നതും. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരു വലിയ മാറ്റം ഇവിടെ വരാൻ പോകുന്നു. ആ മാറ്റം ആവശ്യപ്പെടുന്നത് ജനങ്ങളാണ്, സാധാരണ വോട്ടേഴ്സാണ്. അത് മനസ്സിൽ വെച്ചിട്ടാണ് BJP NDA മത്സരിക്കുന്നത്. ഞാനും നിയമത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 2-3 കാര്യം ഞാൻ കൃത്യമായി വേഗം പറയാം. എന്തുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു? 3 തവണ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയണേ, എന്തുകൊണ്ട് MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു? 2024 ഞാൻ ലോക്സഭ മത്സരിച്ചപ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആരും രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് അറിയാതെയും എനിക്ക് ആ ഇലക്ഷനിൽ എത്രയോ സ്നേഹവും വോട്ടും പിന്തുണ കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു 2024 ലോക്സഭ. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും വോട്ട് തന്നത് നേമം നിയോജക മണ്ഡലമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാനിത് മറക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട് വാങ്ങി ഇവിടെ താമസിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു കടപ്പാടാണ്, നേമത്തിന് നന്നാക്കണം, തിരുവനന്തപുരത്ത് നന്നാക്കണം എന്ന് അന്ന് ഞാൻ പറഞ്ഞ്, അത് എൻ്റെ ഒരു ലക്ഷ്യം, ദൗത്യമായിട്ട് ഞാൻ അന്ന് മുതൽ കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അപ്പോൾ ഞാൻ മത്സരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ടും നിയമത്തിന് വേണ്ടിയിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കണം,
നിയമം ജയിക്കണം. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം എനിക്ക് തരുന്നു, കോൺഫിഡൻസ് നമ്മൾക്ക് ഈ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്, ജയിക്കാനാണ് മത്സരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ നിയമം ജയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഒരു BJP MLA ജയിച്ചാൽ എന്തായിരിക്കും? പണ്ടും ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ വലിയ വ്യത്യാസമുണ്ട്. കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്, മേയറും ഡെപ്യൂട്ടി മേയർ BJP ആണ്, 48 കൗൺസിലർമാർ BJP-ൻ്റെയാണ്. അപ്പോൾ കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോൾ ഒരു MLA BJP-ൻ്റെ വന്നാൽ, ജയിച്ചാൽ, നമുക്ക് 10 ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നരേന്ദ്രമോദിജിന്റെ പിന്തുണയും അതിൽ നമ്മൾ ചേർത്താൽ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കാത്ത 10-20 കൊല്ലമായിട്ട് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, വികസനം കൊണ്ടുവരാൻ കഴിയും, മാറ്റം കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രാധാന്യം. പണ്ട് ഒ രാജേട്ടൻ MLA ആയിരുന്നു, പക്ഷെ കോർപ്പറേഷൻ CPM ആയിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായി നന്നായി അധ്വാനിച്ചു, എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ സ്റ്റെപ്പിലും കോർപ്പറേഷൻ ചവിട്ടി വെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് കോർപ്പറേഷൻ ഭരിക്കുന്നത് VV രാജേഷും ആശാനാഥ്ജിയും മറ്റ് കൗൺസിലർമാരും. അതിൻ്റെ ഒപ്പം നിയമം മണ്ഡലത്തിൽ BJP-ൻ്റെ NDA-ൻ്റെ ഒരു MLA ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വർക്ക് ചെയ്യാൻ കഴിയും. അടുത്ത 5 കൊല്ലം നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാറ്റം. ഞാനിപ്പോൾ മണ്ഡലം എല്ലായിടത്തും പോയിട്ടുണ്ട്. എത്രയോ കൊല്ലമായി ഇവിടെ കുത്തിയിരിക്കുന്ന MLA-മാർ, അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണോ, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ 1000 കോടി ചെലവാക്കിയിട്ടുണ്ട്. അത് ആരുടെ കീശയിൽ പോയി, എവിടെ പോയി, എന്ത് ചെയ്തു, അതൊന്നും പറയുന്നില്ല. എല്ലായിടത്തും ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 30 ലക്ഷം അനുവദിച്ചു. ഞാൻ MSK നഗർ പോയതാ, അവിടെ ഫ്ലെക്സ് 30 ലക്ഷം അനുവദിച്ചു. അത് എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് അത് പറയുന്നില്ല. അപ്പോൾ അതെല്ലാം മാറ്റണം. ഞാൻ എന്നെക്കുറിച്ച് ഞാൻ പറയാൻ ഒരു വാക്കിൽ, ഒരു സെന്റൻസിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ ഞാനത് പൂർത്തീകരിക്കുന്നവരെ ഞാനത് വിടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു, നിങ്ങളുടെ വർക്കും നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമായി ഞാൻ ജയിച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിയമത്തിനെ വികസിത നിയമമാക്കി മാറ്റും എന്ന് ഞാൻ ഉറപ്പു തരുന്നു, വാഗ്ദാനം തരുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി.